Hello everyone, welcome back to Busco Campus Vision. Now I am going to discuss the topic File Upload Control in Visual Programming. The File Upload Control displays a text box and a button that let the user browse the client's computer's file to locate a file to be uploaded. ഫയൽ അപ്ലോഡ് കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു ബട്ടണും യൂസറിന് ഡിസ്പ്ലേ ആക്കും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഫയൽസിൽ നിന്നും പർട്ടിക്കുലർ ഫയലിനെ ബ്രൗസ് ചെയ്ത് പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിന് ഡിസ്പ്ലേ ആകുന്ന ടെക്സ്റ്റ് ബോക്സും ആ പർട്ടിക്കുലർ ബട്ടണുമാണ് ഫയൽ അപ്ലോഡ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദ ഫയൽ അപ്ലോഡ് കൺട്രോൾ ഡസൻറ്റ് പ്രൊവൈഡ് എ ബട്ടൺ ടു അപ്ലോഡ് ദ ഫയൽ, യു മസ്റ്റ് പ്രൊവൈഡ് എ ബട്ടൺ ഓർ അതർ കൺട്രോൾ ടു പോസ് ദ പേജ്. Then in the button's click event procedure, you must call at the save as method of the file upload control to save the file on the server. അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഫയൽ അപ്ലോഡിൽ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ആ പേജിലേക്ക് ഈ ബ്രൗസ് ചെയ്യുന്ന ഫയൽ പോസ്റ്റ് ആവണം. ഓക്കെ, സോ നമ്മളവിടെ ബട്ടണിൽ ക്ലിക്ക് ഇവൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്ത് അവിടെ നടക്കണം? സേവേഴ്സ് മെത്തേഡ് ആയിരിക്കണം അവിടെ നടക്കേണ്ടത്, സേവേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ്. സോ അപ്പോൾ ആ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ബ്രൗസ് ചെയ്യുന്ന ഫയല് സെർവറിൽ പോയി എന്ത് ചെയ്യും? സേവ് ആകും. ടു യൂസ് ദ സേവ് ആസ് മെത്തേഡ് ദ യൂസർ മസ്റ്റ് ഹാവ് റൈറ്റ് ആക്സസ് ടു ദ സ്പെസിഫൈഡ് ഡയറക്ടറി. എന്താണ്, അങ്ങനെ സേവ് ആസ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഡയറക്ടറിയിൽ യൂസറിന് ആക്സസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂസർ എന്താണ്, ജസ്റ്റ് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോയി ആ ഫയൽ ബ്രൗസ് ചെയ്യുക എന്നുള്ളത് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ആ ബ്രൗസ് ചെയ്ത ഫയൽ സെർവറിൽ പോസ്റ്റ് ആവുകയും വേണം. അങ്ങനെ പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഇവൻ്റ് മാത്രമല്ല നടക്കേണ്ടത്, അവിടെ സേവ് ആസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടെ പെർഫോം ചെയ്യണം. സോ ഈ സേവ് ആസ് മെത്തേഡിൽ വേണ്ടിയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ യൂസറിന് അതിലുള്ള എന്താണ് ആക്സസിനുള്ള റൈറ്റും കൂടെ, സ്പെസിഫിക് ഡയറക്ടറിയിലേക്കുള്ള ആക്സസിൻ്റെ റൈറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? പെർമിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് ഫയൽ അപ്ലോഡ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ നിന്നും ഫയലിനെ ബ്രൗസ് ചെയ്ത് നമ്മൾ ആ സെർവറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതാണ് ഫയൽ അപ്ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൈറ്റിൽ എന്താണ് നമ്മുടെ ഇമേജും സൈനും അപ്ലോഡ് ചെയ്യാൻ അവർ ചോദിക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. സോ ദാറ്റ് ഈസ് എ ഫയൽ അപ്ലോഡ് കൺട്രോൾ. ആ ഫോമിൽ പർട്ടിക്കുലർ ഫയലിനെ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലേസ്. The file upload control displays a text box and a button that let the user browse the client's computer's file to locate a file to be uploaded. ഫയൽ അപ്ലോഡ് കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു ബട്ടണും യൂസറിനെ ഡിസ്പ്ലേ ആക്കും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഫയൽസിൽ നിന്നും പർട്ടിക്കുലർ ഫയലിനെ ബ്രൗസ് ചെയ്ത് പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിന് ഡിസ്പ്ലേ ആകുന്ന ടെക്സ്റ്റ് ബോക്സും ആ പർട്ടിക്കുലർ ബട്ടണുമാണ് ഫയൽ അപ്ലോഡ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദ ഫയൽ അപ്ലോഡ് കൺട്രോൾ ഡസൻറ്റ് പ്രൊവൈഡ് എ ബട്ടൺ ടു അപ്ലോഡ് ദ ഫയൽ, യു മസ്റ്റ് പ്രൊവൈഡ് എ ബട്ടൺ ഓർ അതർ കൺട്രോൾ ടു പോസ് ദ പേജ്. Then in the button's click event procedure, you must call at the save as method of the file upload control to save the file on the server. അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഫയൽ അപ്ലോഡിൽ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ആ പേജിലേക്ക് ഈ ബ്രൗസ് ചെയ്യുന്ന ഫയൽ പോസ്റ്റ് ആവണം. ഓക്കെ, സോ നമ്മളവിടെ ബട്ടണിൽ ക്ലിക്ക് ഇവൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്ത് അവിടെ നടക്കണം? സേവേഴ്സ് മെത്തേഡ് ആയിരിക്കണം അവിടെ നടക്കേണ്ടത്, സേവേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ്. സോ അപ്പോൾ ആ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ബ്രൗസ് ചെയ്യുന്ന ഫയൽ സെർവറിൽ പോയി എന്ത് ചെയ്യും? സേവ് ആകും. ടു യൂസ് ദ സേവ് ആസ് മെത്തേഡ് ദ യൂസർ മസ്റ്റ് ഹാവ് റൈറ്റ് ആക്സസ് ടു ദ സ്പെസിഫൈഡ് ഡയറക്ടറി. എന്താണ്, അങ്ങനെ സേവ് ആസ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഡയറക്ടറിയിൽ യൂസറിന് ആക്സസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കണം.
ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂസർ എന്താണ് ജസ്റ്റ് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോയി ആ ഫയൽ ബ്രൗസ് ചെയ്യുക എന്നുള്ളത് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ആ ബ്രൗസ് ചെയ്ത ഫയൽ സെർവറിൽ പോസ്റ്റ് ആവുകയും വേണം. അങ്ങനെ പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഇവൻ്റ് മാത്രമല്ല നടക്കേണ്ടത്, അവിടെ സേവ് ആസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടെ പെർഫോം ചെയ്യണം. സോ ഈ സേവ് ആസ് മെത്തേഡിൽ വേണ്ടിയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ യൂസറിന് അതിലുള്ള എന്താണ് ആക്സസിനുള്ള റൈറ്റും കൂടെ, സ്പെസിഫിക് ഡയറക്ടറിയിലേക്കുള്ള ആക്സസിൻ്റെ റൈറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പെർമിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് ഫയൽ അപ്ലോഡ് കൺട്രോളർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ നിന്നും ഫയലിനെ ബ്രൗസ് ചെയ്ത് നമ്മൾ ആ സെർവറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതാണ് ഫയൽ അപ്ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൈറ്റിൽ എന്താണ് നമ്മുടെ ഇമേജും സൈനും അപ്ലോഡ് ചെയ്യാൻ അവർ ചോദിക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. സോ ദാറ്റ് ഈസ് എ ഫയൽ അപ്ലോഡ് കൺട്രോൾ. ആ ഫോമിൽ പർട്ടിക്കുലർ ഫയലിനെ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലേസ്. സോ ഹിയർ ഇസ് ദ ഫയൽ അപ്ലോഡ് കൺട്രോൾ ഡിസ്പ്ലേഡ് ഇൻ എ ബ്രൗസർ. ഒരു ബ്രൗസറിൽ എങ്ങനെ ഇത് ഡിസ്പ്ലേ ആയിരിക്കുന്നു എന്നുള്ളതൊരു ഫോമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ്, അവിടെ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ നെയിം വരാനുള്ളൊരു പ്ലേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഫയലിനെ അപ്ലോഡ് ചെയ്യിക്കാനുള്ളൊരു പ്ലേസ്. അപ്പോൾ അവിടെ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ആ ഫയൽ അപ്ലോഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ഡെസ്റ്റിനേഷൻസ് എല്ലാം കാണിക്കും, ഡ്രൈവുകളെല്ലാം കാണിക്കും. അതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് എവിടെയാണോ കിടക്കുന്ന ആ പർട്ടിക്കുലർ ഫയലിനെ ആ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്ന് എടുത്ത് ആ കറക്റ്റ് നെയിം കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ഇത് സേവ് അസ് മെത്തേഡ് വഴി പർട്ടിക്കുലർ സെർവറിൽ സേവ് ആവുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ബാക്ക് ആവുന്നത്. സോ ദിസ് ഇസ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഫയൽ അപ്ലോഡ് കൺട്രോൾ. സോ ഹിയർ ഇസ് ദ ഫയൽ അപ്ലോഡ് കൺട്രോൾ ഡിസ്പ്ലേഡ് ഇൻ എ ബ്രൗസർ. ഒരു ബ്രൗസറിൽ എങ്ങനെ ഇത് ഡിസ്പ്ലേ ആയിരിക്കുന്നു എന്നുള്ളതൊരു ഫോമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ്, അവിടെ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ നെയിം വരാനുള്ളൊരു പ്ലേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഫയലിനെ അപ്ലോഡ് ചെയ്യിക്കാനുള്ളൊരു പ്ലേസ്. അപ്പോൾ അവിടെ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ആ ഫയൽ അപ്ലോഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ഡെസ്റ്റിനേഷൻസ് എല്ലാം കാണിക്കും, ഡ്രൈവുകളെല്ലാം കാണിക്കും. അതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് എവിടെയാണോ കിടക്കുന്ന ആ പർട്ടിക്കുലർ ഫയലിനെ ആ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്ന് എടുത്ത് ആ കറക്റ്റ് നെയിം കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ഇത് സേവ് അസ് മെത്തേഡ് വഴി പർട്ടിക്കുലർ സെർവറിൽ സേവ് ആവുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ബാക്ക് ആവുന്നത്. സോ ദിസ് ഇസ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഫയൽ അപ്ലോഡ് കൺട്രോൾ. സോ അപ്പോൾ നമുക്കൊരു ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് വേണ്ടുന്ന ഫയൽസിനെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ഫയൽ അപ്ലോഡിങ് നടത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബ്രൗസ് ചെയ്ത് കണ്ടൻറ്റിനെ എടുത്ത് സെർവറിലേക്ക് പ്ലേസ് ചെയ്യുന്നു സബ്മിറ്റ് വഴി. ഓക്കെ, സോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സേവ് അസ് മെത്തേഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫയൽ അപ്ലോഡ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് has file, file name, posted file. Has file means if true, the user has selected a file to upload. Has file means user ഒരു പർട്ടിക്കുലർ ഫയലിനെ സെലക്ട് ചെയ്തു അപ്ലോഡ് ചെയ്യാനായിട്ട്, എങ്കിലാണ് അവിടെ ഹാസ് ഫയൽ പ്രോപ്പർട്ടി വരുന്നത്. ഇനി ഫയൽ നെയിം അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ പേര്, ആ ടെക്സ്റ്റ് പ്ലേസിൽ ആ പേരായിരിക്കും എന്ത് ഡിസ്പ്ലേ ആവുന്നത്. പോസ്റ്റഡ് ഫയൽ മീൻസ് ദ HTTP പോസ്റ്റഡ് ഫയൽ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഫയൽ ദാറ്റ് വാസ് പോസ്റ്റഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫയലിൻ്റെ HTTP നെയിമാണ്. ഓക്കെ, വി യൂസ് ദിസ് ഒബ്ജക്റ്റ് കണ്ടന്റ് ലെങ്ത് പ്രോപ്പർട്ടി ടു ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ പോസ്റ്റഡ് ഫയൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോസ്റ്റ് ചെയ്യുന്ന ഫയലിൻ്റെ സൈസ് നമുക്കിവിടെ തീരുമാനിക്കാം കണ്ടന്റ് ലെങ്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ച്, അതായത് എത്ര ഡ്യൂറേഷൻ വരെ ഫയലിൻ്റെ ലെങ്ത് പോകണം എന്നുള്ളത്. ആൻഡ് മെത്തേഡ് യൂസ്ഡ് ഇസ് സേവ് അസ്. നമ്മൾ പറഞ്ഞു സേവ് ദ പോസ്റ്റഡ് ഫയൽ ടു ദ സ്പെസിഫൈഡ് പാത്ത്. നമ്മൾ ബ്രൗസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത ഫയലിനെ പർട്ടിക്കുലർ പാത്തിൽ കൊണ്ടുപോയി അത് സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ സേവ് ആസ് മെത്തേഡ്. സോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാസ് ഫയൽ, ഫയൽ നെയിം ആൻഡ് പോസ്റ്റഡ് ഫയൽ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സേവ് ആസ്. ഓക്കെ, നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത ഫയലിനെ സ്പെസിഫിക് പാത്തിൽ കൊണ്ടുപോയി
സേവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഫോർ ദ ഫയൽ അപ്ലോഡ് ക്ലാസ്. സോ അപ്പോൾ നമുക്കൊരു ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് വേണ്ടുന്ന ഫയൽസിനെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ഫയൽ അപ്ലോഡിങ് നടത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബ്രൗസ് ചെയ്ത് കണ്ടൻറ്റിനെ എടുത്ത് സെർവറിലേക്ക് പ്ലേസ് ചെയ്യുന്നു സബ്മിറ്റ് വഴി. ഓക്കെ, സോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ പ്രോപ്പർട്ടീസും മെത്തേഡ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സേവ് ആസ് മെത്തേഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫയൽ അപ്ലോഡ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് has file, file name, posted file. Has file means if true, the user has selected a file to upload. Has file means user ഒരു പർട്ടിക്കുലർ ഫയലിനെ സെലക്ട് ചെയ്തു അപ്ലോഡ് ചെയ്യാനായിട്ട് എങ്കിലാണ് അവിടെ ഹാസ് ഫയൽ പ്രോപ്പർട്ടി വരുന്നത്. ഇനി ഫയൽ നെയിം അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ പേര്, ആ ടെക്സ്റ്റ് പ്ലേസിൽ ആ പേരായിരിക്കും എന്ത് ഡിസ്പ്ലേ ആവുന്നത്. പോസ്റ്റഡ് ഫയൽ മീൻസ് ദ HTTP പോസ്റ്റഡ് ഫയൽ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഫയൽ ദാറ്റ് വാസ് പോസ്റ്റഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫയലിൻ്റെ HTTP നെയിമാണ്. ഓക്കെ, വി യൂസ് ദിസ് ഒബ്ജക്റ്റ് കണ്ടന്റ് ലെങ്ത് പ്രോപ്പർട്ടി ടു ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ പോസ്റ്റഡ് ഫയൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോസ്റ്റ് ചെയ്യുന്ന ഫയലിൻ്റെ സൈസ് നമുക്കിവിടെ തീരുമാനിക്കാം കണ്ടന്റ് ലെങ്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ച്. അതായത് എത്ര ഡ്യൂറേഷൻ വരെ ഫയലിൻ്റെ ലെങ്ത് പോകണം എന്നുള്ളത്. ആൻഡ് മെത്തേഡ് യൂസ്ഡ് ഇസ് സേവ് അസ്. നമ്മൾ പറഞ്ഞു സേവ് ദ പോസ്റ്റഡ് ഫയൽ ടു ദ സ്പെസിഫൈഡ് പാത്ത്. നമ്മൾ ബ്രൗസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത ഫയലിനെ പർട്ടിക്കുലർ പാത്തിൽ കൊണ്ടുപോയി അത് സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ സേവ് ആസ് മെത്തേഡ്. സോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാസ് ഫയൽ, ഫയൽ നെയിം ആൻഡ് പോസ്റ്റഡ് ഫയൽ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സേവ് ആസ്. ഓക്കെ, നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത ഫയലിനെ സ്പെസിഫിക് പാത്തിൽ കൊണ്ടുപോയി സേവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ്. Okay, so this is the properties and methods for the file upload class. Here is the ASPX code used to implement the file upload. So file uploadന് വേണ്ടി ഉപയോഗിക്കുന്ന ASPX കോഡാണ്. അപ്പോൾ ഫയൽ അപ്ലോഡ് ID വേണം, ബട്ടൻ്റെ ID വേണം, ലേബിൾ ID വേണം. സോ അപ്പം ഫയൽ അപ്ലോഡ് ID എന്ന് പറയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ ID. ഇനി ബട്ടൺ ID എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ത് ടെക്സ്റ്റ് ആണോ വരേണ്ടത് ബട്ടണിൽ, അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ടെക്സ്റ്റ് ആണെങ്കിൽ അതവിടെ വരും. ഇനി ലേബൽ ID എന്ന് പറയുമ്പോഴത്തേക്കും ആ ലേബലിൽ കാണിക്കേണ്ട മെസ്സേജ് എന്താണോ അതെന്നുള്ളത്. ഓക്കെ, അതായത് നമ്മളൊരു ആ എക്സാമ്പിൾ കണ്ടല്ലോ, ആ ഫോമിൽ നമ്മളൊരു എക്സാമ്പിൾ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, നമുക്ക് ഈ ഇമേജിൽ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ടെക്സ്റ്റ്, അതിൽ ബ്രൗസ് എന്ന് പറഞ്ഞായിരുന്നു ഓപ്ഷൻ, ബ്രൗസ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾ, പിന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞ കൺട്രോൾ. ഇത്രയായിരുന്നു. അപ്പം ബ്രൗസ് ചെയ്യുന്ന ടെക്സ്റ്റും അപ്ലോഡ് ചെയ്യുന്ന ടെക്സ്റ്റും. അപ്പോൾ ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ടെക്സ്റ്റ് അപ്ലോഡും പിന്നെ അവിടെ കാണിക്കുന്ന ലേബലും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദിസ് ASPX കോഡ്. Here is the ASPX code used to implement the file upload. സോ ഫയൽ അപ്ലോഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ASPX കോഡാണ്. അപ്പോൾ ഫയൽ അപ്ലോഡ് ID വേണം, ബട്ടൻ്റെ ID വേണം, ലേബിൾ ID വേണം. സോ അപ്പം ഫയൽ അപ്ലോഡ് ID എന്ന് പറയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ ID. ഇനി ബട്ടൺ ID എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ത് ടെക്സ്റ്റ് ആണോ വരേണ്ടത് ബട്ടണിൽ, അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ടെക്സ്റ്റ് ആണെങ്കിൽ അതവിടെ വരും. ഇനി ലേബൽ ID എന്ന് പറയുമ്പോഴത്തേക്കും ആ ലേബലിൽ കാണിക്കേണ്ട മെസ്സേജ് എന്താണോ അതെന്നുള്ളത്. ഓക്കെ, അതായത് നമ്മളൊരു ആ എക്സാമ്പിൾ കണ്ടല്ലോ, ആ ഫോമിൽ നമ്മളൊരു എക്സാമ്പിൾ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, നമുക്ക് ഈ ഇമേജിൽ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ടെക്സ്റ്റ്, അതിൽ ബ്രൗസ് എന്ന് പറഞ്ഞായിരുന്നു ഓപ്ഷൻ, ബ്രൗസ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾ, പിന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞ കൺട്രോൾ. ഇത്രയായിരുന്നു. അപ്പം ബ്രൗസ് ചെയ്യുന്ന ടെക്സ്റ്റും അപ്ലോഡ് ചെയ്യുന്ന ടെക്സ്റ്റും. അപ്പോൾ ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ടെക്സ്റ്റ് അപ്ലോഡും പിന്നെ അവിടെ കാണിക്കുന്ന ലേബലും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദിസ് ASPX കോഡ്. നെക്സ്റ്റ് ഇസ് ദ ക്ലിക്ക് ഇവന്റ് പ്രൊസീജിയർ ഫോർ ദ അപ്ലോഡ് ബട്ടൺ. നമ്മൾ ആ ബട്ടൺ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ഇവൻ്റാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സോ അവിടെ എന്താണ് സെൻറ്റർ ആസ് ഒബ്ജക്റ്റ്, അപ്പം ഹാൻഡിൽസ് ക്ലോസ് യൂസ് ചെയ്യുന്നുണ്ട്,
അതിനുശേഷം അതിൻ്റെ ഫയലിൻ്റെ സൈസ് നമ്മൾ 5 MB ആയിട്ട് സെറ്റ് ചെയ്യുക. അതിൽ കൂടിയ അപ്ലോഡ് ആവത്തില്ല. പിന്നെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ സൈസ് ലിമിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എക്സീഡ് ചെയ്യും, അപ്ലോഡ് ആവത്തില്ല. അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രം എന്താണ് സൈസ് ലിമിറ്റ്, കണ്ടന്റ് ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ സൈസ് ലിമിറ്റ് ആണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, സ്ട്രിങ് അപ്ലോഡ് ആവത്തുള്ളൂ. അതിനുശേഷം മെസ്സേജ് എന്താ, ഫയൽ അപ്ലോഡ് എന്ന് കാണിക്കും, പാത്ത് നെയിമും അവിടെ കാണിക്കും. ഇനി അത് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ എൽസ് പാർട്ടിൽ എന്ത് കാണിക്കുന്നുണ്ട്, ഫയൽ സൈസ് ലിമിറ്റ് എക്സീഡ് ആയി എന്ന് കാണിക്കും. മനസ്സിലായോ? അപ്ലോഡ് ആവുകയാണെങ്കിൽ ഫയൽ അപ്ലോഡഡ് എന്ന മെസ്സേജ് കാണിക്കുന്നു. അല്ല, സൈസ് ലിമിറ്റിൻ്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ, ആ 5 MB ലിമിറ്റ് വയലേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ അവിടെ ഫയൽ സൈസ് എക്സീഡഡ് എന്ന് കാണിക്കും. സോ അങ്ങനെ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന ഇവൻറ്റിൻ്റെ കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ബട്ടൺ അവിടെ ഫയൽ സൈസും കൊടുത്തിട്ടുണ്ട് ഇൻറ്റിജറിൽ. അതുപോലെ തന്നെ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, അപ്ലോഡിങ്ങിൻ്റെയും ട്രൂവും ഫോൾസും ആവുന്ന കണ്ടീഷനും കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ക്ലിക്ക് ഇവൻറ്റ് പ്രൊസീജിയർ ഫോർ ദ അപ്ലോഡ് ബട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്, ഫയൽ അപ്ലോഡ് കൺട്രോൾ ആയിരുന്നു, എന്താണെന്ന് കണ്ടു, അതിൻ്റെ ബ്രൗസറിൽ എങ്ങനെ അത് ഡിസ്പ്ലേ ആവുമെന്ന് കണ്ടു, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയും മെത്തേഡ്സും കണ്ടു, അതിൻ്റെ ASPX കോഡും അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന ക്ലിക്ക് ഇവൻറ്റിൻ്റെ പ്രൊസീജിയറും കണ്ടു. ഓക്കെ. Assignment question: explain the file upload controls with its properties and methods. So I hope that all of you understand this session. Thank you.